സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരും വിനോദസഞ്ചാരികളും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നേരിടുന്ന ഏറ്റവും വലിയ തലവേദന എന്താണെന്ന് ചോദിച്ചാൽ മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം നീളുന്ന യുഎസ് വിസ അപ്പോയിന്റ്മെന്റ് കാത്തിരിപ്പാണെന്ന് പറയാം. അടിയന്തരമായി യുഎസിലേക്ക് യാത്ര ചെയ്യേണ്ടവർക്ക് ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. എന്നാൽ ഇതിനൊരു പരിഹാരം എന്നോണം യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ തികച്ചും പുതിയൊരു പൈലറ്റ് പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ്. കേവലം 10 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് യുഎസ് വിസ ഇന്റർവ്യൂ സ്ലോട്ട് ഈ പദ്ധതിയിലൂടെ ലഭിക്കും. കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഇതിന് പിന്നിൽ വലിയൊരു നിബന്ധനയുണ്ട്. വൻതുക അധികമായി നൽകേണ്ടി വരുമെന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ പുതിയ പദ്ധതി എന്താണ്? ആർക്കൊക്കെ ഇതിന്റെ പ്രയോജനം ലഭിക്കും? എന്തൊക്കെ അപകട സാധ്യതകളാണ് ഇതിലുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ പുതിയ പൈലറ്റ് പ്രോഗ്രാം എന്ന് മനസ്സിലാക്കാം. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച ഈ പദ്ധതിയുടെ പേരാണ് നോൺ ഇമിഗ്രന്റ് വിസ എക്സ്പെഡിറ്റഡ് അപ്പോയിന്റ്മെന്റ് പൈലറ്റ് പ്രോഗ്രാം. B1 ബിസിനസ് വിസകൾ, B2 ടൂറിസ്റ്റ് വിസകൾ അപേക്ഷിക്കുന്ന ആളുകൾക്ക് വേഗത്തിൽ ഇന്റർവ്യൂ സ്ലോട്ട് ലഭ്യമാകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 2026 ജൂലൈ 1 മുതൽ ആരംഭിച്ച ഈ പൈലറ്റ് പ്രോഗ്രാം 2026 ഡിസംബർ 31 വരെ തുടരും. ഇതിന്റെ വിജയം വിലയിരുത്തിയ ശേഷമായിരിക്കും ഇത് തുടരണമോ മാറ്റങ്ങൾ വരുത്തണമോ അതോ നിർത്തിവെക്കണമോ എന്ന് അമേരിക്ക തീരുമാനിക്കുന്നത്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങൾ ആദ്യം സാധാരണ വിസ അപേക്ഷാ പ്രക്രിയ പൂർത്തിയാക്കണം. അതായത് $185 വരുന്ന സാധാരണ MRV അപേക്ഷാ ഫീസ് അടച്ച് ലഭ്യമായ ഒരു സാധാരണ അപ്പോയിന്റ്മെന്റ് തീയതി ആദ്യം ബുക്ക് ചെയ്യണം. ഇതിനുശേഷം നിങ്ങളുടെ ലൊക്കേഷനിലെ കോൺസുലേറ്റിൽ ഈ സൗകര്യം ലഭ്യമാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലെ പെയ്ഡ് എക്സ്പെഡിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സാധാരണ വിസ ഫീസിന് പുറമെ $750 ഫീസായി അടയ്ക്കണം. വേഗത്തിലുള്ള സ്ലോട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വെറും 10 മിനിറ്റിനുള്ളിൽ ഈ $750 ഫീസ് അടച്ച് തീർക്കണം. ഇല്ലെങ്കിൽ ആ സ്ലോട്ട് നഷ്ടപ്പെടും. ഈ തുക അടച്ചാൽ 10 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വിസ ഇന്റർവ്യൂ സ്ലോട്ട് ലഭിക്കും. എന്നാൽ ഇതിലെ പ്രധാന നിബന്ധനകളും അപകടങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ധാരാളം പണം ചെലവാക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഈ പദ്ധതിയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ യുഎസ് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാമതായി, വിസ ലഭിക്കുമെന്ന് ഉറപ്പില്ല. നിങ്ങൾ അധികമായി $750 അടയ്ക്കുന്നത് ഇന്റർവ്യൂ തീയതി വേഗത്തിൽ ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. വിസ അനുവദിക്കുന്ന കാര്യത്തിലോ ബാക്ക്ഗ്രൗണ്ട് സെക്യൂരിറ്റി പരിശോധനകളിലോ യാതൊരു ഇളവും ലഭിക്കില്ല. സാധാരണ അപേക്ഷകന് നേരിടേണ്ടി വരുന്ന അതേ കടുത്ത പരിശോധനകൾ നിങ്ങൾക്കും ഉണ്ടാകും. ഈ പണം നൽകുന്നത് വിസ ലഭിക്കാനുള്ള സാധ്യത കൂട്ടുകയുമില്ല. രണ്ടാമതായി, റീഷെഡ്യൂൾ ചെയ്യാനോ റീഫണ്ട് വാങ്ങാനോ സാധിക്കില്ല. ഒരിക്കൽ ബുക്ക് ചെയ്താൽ ഈ അപ്പോയിന്റ്മെന്റ് തീയതി മാറ്റാൻ സാധിക്കില്ല. എന്തെങ്കിലും കാരണവശാൽ ഇന്റർവ്യൂവിന് പോവാൻ പറ്റിയില്ലെങ്കിലോ അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്താലോ നിങ്ങൾ നൽകിയ $750 തിരികെ ലഭിക്കില്ല. അത് മറ്റൊരാൾക്ക് കൈമാറാനും കഴിയില്ല. മൂന്നാമതായി, വിസ പ്രോസസ്സിംഗ് വേഗത്തിലാകില്ല. ഇന്റർവ്യൂ വേഗത്തിൽ കഴിഞ്ഞാലും വിസ പാസ്പോർട്ടിൽ അടിച്ചു കിട്ടുന്ന സമയം വേഗത്തിലാകില്ല. അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിങ്ങിനോ മറ്റ് സുരക്ഷാ പരിശോധനകളോ ഉണ്ടെങ്കിൽ അത് സാധാരണ എടുക്കുന്ന സമയം തന്നെ എടുക്കും. നിലവിൽ ഈ സൗകര്യം എവിടെയൊക്കെയാണ് ലഭ്യമാകുക നമുക്ക് നോക്കാം. ഈ പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് മെക്സിക്കോയിലെ യുഎസ് എംബസിയിലും കോൺസുലേറ്റിലുമാണ്. വരുന്ന മാസങ്ങളിൽ മറ്റ് രാജ്യങ്ങളിലേക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള വലിയ വിസ ബാക്ക്ലോഗുള്ള രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നത്? അടിയന്തരമായി അമേരിക്കയിൽ ബിസിനസ് ആവശ്യങ്ങൾക്കോ മീറ്റിംഗുകൾക്കോ പോകേണ്ടി വരുന്ന കമ്പനികൾക്കും വ്യക്തികൾക്കും ഇത് വലിയൊരു ആശ്വാസമാണെന്ന് പറയാം. കാരണം മാസങ്ങളോളം കാത്തിരിക്കുന്നതിനേക്കാൾ കമ്പനികൾക്ക് തുക നൽകി വേഗത്തിൽ പ്രതിനിധികളെ അമേരിക്കയ്ക്ക് അയക്കാൻ സാധിക്കും. എന്നാൽ വെറുതെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ടൂറിസ്റ്റുകൾക്ക് ഈ വലിയ തുക നൽകുന്നത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. യുഎസ് വിസ ബാക്ക്ലോഗ് കുറയ്ക്കാനും അടിയന്തര യാത്രകൾക്ക് അവസരം നൽകാനുമുള്ള ഒരു പൈലറ്റ് സംരംഭമാണിത്. എന്നാൽ കൂടുതൽ പണം നൽകിയാൽ വിസ ഉറപ്പ് എന്ന തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകരുത്. ഇത് വെറും ഒരു സ്ലോട്ട് മുൻഗണന മാത്രമാണ്. അതുകൊണ്ട് ഭാവിയിൽ ഇന്ത്യയിലും ഈ ഓപ്ഷൻ ലഭ്യമായാൽ നിങ്ങളുടെ യാത്രാവശ്യം അത്രത്തോളം അടിയന്തരമാണോ എന്ന് സ്വയം വിലയിരുത്തിയ ശേഷം മാത്രം ഈ $750 തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇമിഗ്രേഷൻ വാർത്തകൾ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വിസ, വിദേശ പഠനം, അന്താരാഷ്ട്ര വാർത്തകൾ എന്നിവയെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.